So, hi all. Welcome to the very first episode of Atheist Podcast, something we have waited for a very long time. So, finally, we are here. Let's say, after a lot Yes, of yes. troubles, after a lot of troubles, after starting trying to record this, we went through a lot of issues and finally, technical issues, especially. Finally, we started recording. Yes. So, today we embark on a very big journey. ഒരു വലിയൊരു ജേർണി എന്ന് Yes. പറയാൻ കാരണം വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ദിസ് ഫോർ എ വെരി ലോങ് ടൈം. ഒരുപാട് നാളായി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം എന്ന് ഐ ഹാവ് മെൻഷൻഡ് ഇൻ ദ ഇൻട്രോ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു 2 മാസത്തിന് മേളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. എന്റെ ക്വസ്റ്റ്യൻസിനും കൺഫ്യൂഷൻസിനും സേതു തന്ന ആൻസേഴ്സും അതുപോലെ സേതുവിന്റെ പെർസ്പെക്ടീവ്സും ഒക്കെ ഐ തോട്ട് ഇറ്റ് ഹാസ് ടു ബി ഹെയർഡ്. ആൾക്കാരിത് കേൾക്കണം. ഇത് അപ്പൊ എന്താണ് ആൾക്കാരിത് അറിയണമെന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ എത്തിയത്. So finally we are here. I'm your host and Sedu will be co-hosting me this program throughout the throughout the way. Anyways. So Sedu, I officially welcome you. You are the first guest and the first co-host of this program. Welcome to Atheist Podcast. Thank you so much. Thank you so much, Nigella. Thank you so much. So, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നേരത്തെ എഫേർട്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. എന്തായാലും ഫൈനലി വി ആർ ഹിയർ. ഇടയ്ക്ക് ഒരു 3-4 ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു വന്നു. അതെ അതെ അത് കുഴപ്പമില്ല. അത് നമുക്ക് എൻലെസ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് വിഷയമല്ല. എവിടുന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മുടെ ഈ പോഡ്കാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു അവയർനെസ്, എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പെട്ടെന്നൊന്ന് പറയുവാണെങ്കിൽ ആ കേൾക്കുന്ന ആൾക്കാർക്ക് ഇവർ ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ. സോ ഈ ഒരു തോട്ട് വരുന്നത് ആക്ച്വലി ദർ ഇസ് എൻ ഇൻസിഡന്റ്, 2 ഇൻസിഡൻസ് വൈ ഐ കെയിം ടു തിങ്ക് ഓഫ് സച്ച് എ പ്രോഗ്രാം. അത് ആദ്യത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആരിഫ് ഹുസൈൻ തിരുവൂത്ത്, one of the famous YouTuber, ex-Muslim, somebody I admire actually. He's a very good guy. So atheist also. Yeah. So പുള്ളിക്കാരൻ ഒരു പ്രോഗ്രാം ഉണ്ട്. bloody atheist, അല്ലേ? Yeah, a bloody atheist in their terms. Yes, absolutely. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, കോയ കോളിംഗ്. അപ്പൊ കോയ കോളിംഗ് ഒരു ദിവസം ഞാനത് സ്ഥിരം കേൾക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ ഐ ലൈക്ക് പുള്ളിക്കാരന്റെ ഇന്ററാക്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൗ ഹി ഡീൽസ് വിത്ത് പീപ്പിൾ ആൻഡ് അപ്പൊ അത് അതെ. അതുപോലെ saying this, I have to mention this also. അതുപോലെ തന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന്റെ ആൾക്കാരെ മതത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതല്ല, പുള്ളിക്ക് ഒരു കമ്പാഷൻ ഉണ്ട് ആൾക്കാരോട്. അതായത് പുള്ളി ഇപ്പം പുതിയ ഒരു 10-18 വയസ്സുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിളിക്കുമ്പോ, അതായത് എസ്പെഷ്യലി മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാര് അവര് എനിക്ക് മതം വിടണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പുള്ളി ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് നീ ഇപ്പൊ അത് ചെയ്യണ്ട, നീ എന്തെങ്കിലും പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ച് നീ അത് ജീവിച്ചു തുടങ്ങും, എന്നിട്ട് നീ ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ പുള്ളിയുടെ ആ ഒരു കമ്പാഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു അപ്രോച്ച് അത്. ഞാൻ ഇന്ററപ്റ്റ് ചെയ്യല്ലേ. അതായത് നമ്മൾ ഈ വിശ്വാസികളും എയ്ത്തീസ്റ്റുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്. നമ്മൾ ഇതിനകത്ത് നിർബന്ധം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നിർബന്ധത്തിലൂടെ വന്നാൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ എയ്ത്തീസം ആണെങ്കിൽ പോലും ഒരാശയമാണല്ലോ, ഒരു ഐഡിയോളജിയാണ്. ഐഡിയോളജിയിലേക്ക് ഒരിക്കലും നമുക്ക് ഒരാളെ നിർബന്ധത്തിലൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത് എല്ലാ എയ്ത്തീസ്റ്റുകളും എല്ലാ വിശ്വാസികളും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളിപ്പം ഇന്ത്യയിൽ ഇപ്പം ഓൺഗോയിങ് പൊക്കോണ്ടിരിക്കുന്ന പരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, റിലീജിയസ് കൺവേർഷൻ എന്ന് പറയുന്ന സംഭവം. അത് പറയുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനങ്ങ് പറയുക, നമുക്ക് അങ്ങനെ ഒരാളെ എന്തെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊരു കുറെ പൈസ കൊടുത്തോ നമുക്കൊരിക്കലും ഒരാളെ ഐഡിയോളജിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതാണ് അതിന്റെ അല്ലേ? അത് ശരിയല്ലേ സാബിൻ ചേട്ടാ? അതായത് നമുക്കൊരു ഐഡിയോളജി ഉണ്ട്. ഇപ്പൊ സാബിൻ ചേട്ടനോട് ഞാൻ എത്ര പറഞ്ഞാലും ആ ഐഡിയോളജി വിട്ട് സാബിൻ ചേട്ടൻ വരത്തില്ല. ബിക്കോസ് യു ഹാവ് എ ക്യാരക്ടർ, യു ഹാവ് സം പേഴ്സ്പെക്റ്റീവ്സ്.
ഞാനിത് വന്ന് പറഞ്ഞ ഉടനെ എങ്ങനെ ഇത് മാറുന്നത്? അതങ്ങനെ അതെ, മാറണം അതെ, അതെ. എന്നുണ്ടെങ്കിൽ, റീതിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോജിക് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് തന്നെ നമ്മള് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അതെ. സോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അന്ന് പുള്ളിക്കാരന്റെ കോയ കോളിംഗ് എന്നുള്ള പ്രോഗ്രാമിൽ ഒരു ദിവസം ഒരു പയ്യൻ വിളിക്കുന്നുണ്ട്. ആഹ് പുള്ളിക്കാരൻ പയ്യനൊരു വളരെ ടീനേജ് ആയിട്ടുള്ള ഒരു ബോയ്. ഈസ് എ ക്രിസ്ത്യൻ. ഐ തിങ്ക് ഈസ് എ റോമൻ കാത്തലിക് സംതിങ്, ബിലോങ്സ് ടു ദാറ്റ് കൈൻഡ് ഓഫ് ഡിനോമിനേഷൻ. ഓ. സോ അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നത്, ഹി ഈസ് പ്രൗഡ്ലി സേയിങ്, സി ഐ എം എൻ ഏത്തീസ്റ്റ്, ഐ ബിക്കേം എൻ ഏത്തീസ്റ്റ്, ഐ കെയിം ടു, പുള്ളിക്കാരൻ എസെൻസിന്റെ പ്രോഗ്രാമിലൊക്കെ ഞാൻ പങ്കെടുത്തു, നല്ലതായിരുന്നു, ഞാനിങ്ങനെ വിശ്വാസം വിടുകയാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസും എൻ്റെ പേരൻസും ഒക്കെ വിശ്വാസികളാണ് എങ്കിലും, പക്ഷെ ഞാൻ അവരെ ഏത്തീസ്റ്റുകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പുള്ളി പറഞ്ഞു. ആക്ച്വലി എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി, നിരാശ തോന്നി. നോട്ട് ബിക്കോസ് ഹി ഈസ് ലീവിങ് റിലീജിയൻ, ബിക്കോസ് ഹി ഡിൻ ന്യൂ ക്രൈസ്റ്റ് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. സോ ആ ഒരു പോയിന്റ് ആണ് എന്നെ ഇങ്ങനൊരു കാര്യത്തിൽ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആ. പറയുന്നത്, ഇദ്ദേഹത്തിന് ക്രൈസ്റ്റിനെ അറിയാഞ്ഞിട്ടാണല്ലോ എന്നുള്ളത് എന്നെ വളരെ വിഷമിപ്പിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം. അതിനുശേഷം നമ്മൾ സംസാരിച്ചു തുടങ്ങി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം സേതുവിന്റെ ഈ പെർസ്പെക്റ്റീവ് ഇവരൊക്കെ കേൾപ്പിച്ചാൽ കൊള്ളാം, ഇവർക്കൊക്കെ ആ ഒരു വ്യൂ പോയിന്റ് മാറാൻ സഹായിക്കും എന്നതിനെ ചുവടുപിടിച്ചാണ് പോഡ്കാസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് രൂപപ്പെട്ടു വന്നത്. ആക്ച്വലി ഒരു ബാക്ക് സ്റ്റോറിയോടെ പറയണം. ഞാന് ഈ പോഡ്കാസ്റ്റിന്റെ കാര്യം സേതുവായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി ആ സമയത്തൊക്കെ. പക്ഷെ സേതു തന്നെ ഇങ്ങോട്ടൊരു ലിങ്ക് ഇട്ട് തരുന്നു, നമ്മള് അവിടുന്ന് പതുക്കെ സംസാരിച്ചു തുടങ്ങുന്നു. അതെ, അതെ, നമുക്ക് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്ന് അതെ, 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 അതെ. എത്തിച്ചേർന്നുകൊണ്ടൊരു ഇതായിരുന്നു. That was something incredible happened. അപ്പം എക്സാക്ട്ലി. അതെ. അപ്പം ഈ പോഡ്കാസ്റ്റിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. വി വാണ്ട് ടു എക്സ്പ്ലോർ ബൈബിൾ ഇൻ എ ഡിഫറെന്റ് വേ. അപ്പൊ ഇപ്പൊ ആ പയ്യൻ പോകാൻ കാരണം മേ ബി ഹി ഹാഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. ചിലപ്പോൾ അതാരും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നായിരിക്കില്ല, അദ്ദേഹത്തിന് പോകാനോ ആക്സസ് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നായിരിക്കില്ല. അങ്ങനെ ഒരു ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും, പക്ഷേ ഇഫ് യു ലുക്ക് atheist contents, there is a load of atheist contents available on the internet. അപ്പോൾ ഇത് plenty of videos ഉണ്ട്. So when he thinks without hearing the other side, uh, they they start to relate to atheism. So that's how I'm guessing that's how he went. Probably it may be the story, but still. അപ്പോ അപ്പൊ എനിക്ക് തോന്നി നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഇവരുടെ ക്വസ്റ്റ്യൻസ്, ഇവരുടെ കൺഫ്യൂഷൻസ്, ഇവരുടെ കൺസേൺസ് ഡിസ്കസ് ചെയ്യാനും, ആൻഡ് ഓപ്പൺലി ബ്രൂട്ടലി, വിത്തൗട്ട് എനി ഹിഡൻ അജണ്ട, നത്തിങ്. വി ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ആൻഡ് എക്സ്പ്ലോർ ആൻഡ് ഡിസ്കസ് ടോപ്പിക്സ് ഇൻ ആൻ ഓപ്പൺലി മാനർ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തന്നെ തുടങ്ങിയത്. അപ്പം if you look at the current podcast and videos available in, especially in Kerala and India, അങ്ങനെ ആ ഒരു തീമിലുള്ള ഒന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഉണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഐ ഹാവ് സെർച്ച് ഫോർ ഇറ്റ്. ഞാൻ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനത്തെ പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ടെന്ന്. ഞാൻ കാണുന്ന പോഡ്കാസ്റ്റുകൾ പലതും ഇറ്റ്സ് ഇറ്റ്സ് എന്താ പറയാ, ഇറ്റ്സ് ഓവർലി സോഫ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹം മുഴച്ചു നിൽക്കുന്ന ഒരു ഞാൻ അങ്ങനെ പറയും, എനിക്ക് അങ്ങനെ തോന്നുന്നത് ആക്ച്വലി. അപ്പൊ ഭയങ്കരമായിട്ട് സ്നേഹം മുഴച്ച് നിൽക്കുന്ന കാര്യമാണ്. ഈ സ്നേഹത്തിന്റെ അകത്ത് എന്താ പറയാ, ഫാക്റ്റും കാര്യങ്ങളും ഇല്ല. മനസ്സിലായോ? സ്നേഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സോഫ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി ഭയങ്കര പതിഞ്ഞ സ്വരത്തില് ഇങ്ങനെ പറഞ്ഞ് ഒഴുക്കിൽ പോകുന്ന ഇത്. മേ ബി ഇറ്റ് ഈസ് ഗുഡ് ഫോർ സം പീപ്പിൾ, ഇറ്റ്സ് റിക്വയർഡ്, ബട്ട് പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോം എന്ന ലെവലിലാണിത് ഈ പോഡ്കാസ്റ്റ് നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത്. ഇപ്പം മെയിൻലി നമ്മൾ രണ്ടുപേരും ഇതിനകത്തുള്ളത്. ഇഫ് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ബോർഡ് സീയിങ് അവർ ഫേസസ്, വി മൈറ്റ് ബ്രിങ് സം ഗസ്റ്റ് ടു ഇറ്റ് ആസ് വെൽ. നോ, വി വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് സം ഗസ്റ്റ്, and I have some list as well to bring some Of course, people of in course. Yeah. this platform.
but initially we'll be the Yes. main guys. So whoever watching and whoever is interested have to bear with our faces. എന്താണ് പറയാം. So that's a whole background story. ആ അപ്പം എന്തായാലും ഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ഞാന് അതിനകത്തുനിന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങാതെ. ഓക്കെ ഓക്കെ Yeah. അതായത് ഇപ്പൊ സവിചേട്ടൻ പറഞ്ഞ പോലെ ഈ എയ്ത്തീസത്തിലേക്ക് വിശ്വാസത്തിൽ നിന്ന് ആൾക്കാർ പോകുന്ന, നമ്മൾ ശരിക്കും പറഞ്ഞാല് പൊതുവെ വിശ്വാസ സമൂഹത്തിന് ഇവരോട് ബ്ലെയിം ചെയ്യുമല്ല, പൊതുവെ വിശ്വാസ സമൂഹത്തിന് അവരോടൊരു നീരസം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലോ. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു ഐഡിയോളജിയിൽ നിന്ന് വേറൊരു ഐഡിയോളജിയിലേക്ക് ഒരാൾ മാറുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും ആ വ്യക്തികളോട് ചോദിക്കാനുള്ളൊരു മനസ്സ് വിശ്വാസ സമൂഹം കാണിക്കണം. വൈ ഡിഡ് യു ഗോ എന്നുള്ളത് ചോദിക്കണ്ടേ? ശരിക്കും അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. They have many issues. They have gone through, എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവരെത്തത്തുള്ളൂ. സവിചേട്ടാ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞതുപോലെ ഒരു ഈ പറഞ്ഞ പോലെ ഒഴുകിപ്പോക്കാ സംഭവിക്കുന്നത്, ഒരു സഡൻ ഫോൾ അല്ല ഇത്. അത് എപ്പോഴും ബൈബിള് നമ്മളോട് പറയുന്നതാ, വേദപുസ്തകം നമ്മളോട് പറയുന്നതാ, ഒഴുകിപ്പോവാ ചെയ്യുന്നത്, അല്ലാതെ ഒറ്റയടിക്ക് പോവല്ല. ഒരു പ്രോസസ് ഉണ്ട്, ആ പ്രോസസ്സിലൂടെ കടന്നാണ് ഇവർ പോകുന്നത്. അപ്പൊ എന്താണ് ആ പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഏത് പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ പറയാം, വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയ ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്. ഈ കൂട്ടുകാരുടെ എല്ലാം അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സിനോടെല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നുകിൽ പേഴ്സണൽ ഇഷ്യൂസ് വിത്ത് ലോക്കൽ ചർച്ച് ആൻഡ് ദ പാസ്റ്റർ. ഓക്കെ, ഇത് കേട്ടാണ് ഇവരുടെ റീസൺസ് ഭയങ്കര രസമാണ്. അതായത് എന്തുകൊണ്ട് അവര് എയ്ത്തീസ്റ്റ് ആയി എന്ന ചോദ്യത്തിന് ഉത്തരം കേട്ടോണം. ഒന്നെന്ന് പറയുന്നത് പേഴ്സണൽ ഇഷ്യൂസ് വിത്ത് ചർച്ച് ആൻഡ് പാസ്റ്റർ, അല്ലെങ്കിൽ ഇൻസൈഡ് ദ ചർച്ച് there was some conflict between the believers. വിശ്വാസികൾ തമ്മിലുള്ള ചെറിയ കോൺഫ്ലിക്ട്, ആ കോൺഫ്ലിക്റ്റിന്റെ പുറത്ത് പോകുന്നു. ഇനി വേറെ ചിലർ പോയിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ? ആളുകളുടെ സ്വഭാവം നോക്കി. നോക്കണം, അതായത് ഒരു ഐഡിയോളജിയിൽ നിന്ന് വേറൊരു ഐഡിയോളജിയിലേക്ക് പോകുന്നതിന്റെ റീസൺസ് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് ഐഡിയോളജിക്കലി ഒരു ഡിബേറ്റോ ഒരു ഡയലോഗോ കോൺവെർസേഷനോ നടന്നിട്ടോ ഒന്നുമല്ല. ഐ ഷുഡ് സേ 95% എയ്ത്തീസ്റ്റുകളും പോകാനുള്ള അല്ലെങ്കിൽ വിശ്വാസികളും എയ്ത്തീസത്തിലേക്ക് പോകാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള പേഴ്സണൽ ഇഷ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിട്ട് അതിലൂടെ ഇവരൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്. ഇപ്പൊ മനുഷ്യരുടെ സ്വഭാവം നോക്കുക. വിശ്വാസത്തിൽ ഇരിക്കുന്ന മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്നു, അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ബൈബിള് തെറ്റാണ്, അതുകൊണ്ട് വിശ്വാസ ലോകം തെറ്റാണ്, അതുകൊണ്ട് ഉപദേശം തെറ്റാണ്. ഇനി വേറെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഡോക്ട്രിൻ കൊടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇവര് നോക്കുമ്പോൾ there are many contradictions in the Bible. അവര് നോക്കുമ്പോൾ ഉള്ള കാര്യമാണ് contradictions. The Old Testament and New Testament are entirely different. Both testaments are presenting entirely different gods. രണ്ട് വ്യത്യസ്തമായ ദൈവങ്ങളെ പ്രസന്റ് ചെയ്യുന്നു. പിന്നെ ഇവര് നേരെ പോകുന്ന നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ജനസിസിലേക്കാണ്, ഉൽപ്പത്തി പുസ്തകം. നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം ഭയങ്കര രസകരമായിട്ട്, എങ്ങനെയാ ഇത് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതെന്നുള്ളത്. ജനസിസിലേക്ക് പോകുന്നു, മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി, 7 ദിവസം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആദം പഴം പറിച്ച് തിന്നാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസാ. ശരിക്കും ലോജിക്കലാണ്. നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ ശപിക്കുകയോ ഒന്നും ചെയ്യാതെ we have to listen to them. എന്താ അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണ്ടേ? അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ സേതു പറഞ്ഞു പേഴ്സണൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം വിത്ത് പീപ്പിൾ എന്ന് പറഞ്ഞു. ഇപ്പൊ ലോക്കൽ ചർച്ചിലാണെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവം കൊണ്ടോ പോകുന്നു പറഞ്ഞു. അതിൽ ചിലപ്പോ ഒന്ന് ആക്ച്വലി അവിടെ ഫെയിൽ ആവുന്നത്, ഞാൻ ഒരിക്കലും ഈ പോകുന്നവരെ കുറ്റം കാണുന്നില്ല. ആക്ച്വലി ഫെയിൽ ആവുന്നത് ആരാന്ന് വെച്ചാല് ആ ചർച്ചാണ് ഫെയിൽ ആവുന്നത്, അല്ലേ? കാരണം expecting something from them. They should be expecting from them and from God. Yeah. So അവര് കമ്പയർ ചെയ്യുന്നത് എന്താണ്? the Bible talks about Jesus and love and this and that, but what I'm seeing is something different from
ഇൻ ദ ചർച്ച് ഓഫ് ദ പേഴ്സൺ. അതായത് നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്നല്ല അവർ കാണുന്നത്. അപ്പോൾ അവർ അതെ അതെ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഉം, പ്രചരിപ്പിക്കപ്പെടുന്ന ആശയവും പിന്നെ ആക്ഷനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ആ അതുകൊണ്ട് എക്സാക്ട്ലി. പോവാം ഡോക്ട്രിനും ആക്ഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ആ, അതൊന്ന്. പിന്നെ ഏഹ്, ഈ പറയുന്ന പോലെ എന്താ പറയാ, സ്ക്രിപ്ചറിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കേസ് ചെയ്ത് പറഞ്ഞല്ലോ, അതായത് കോൺട്രഡിക്ഷൻസ് ആ, ആൻഡ് സീയിങ് ടു ഡിഫറെന്റ് ഗോഡ്സ്. ഇത് ആക്ച്വലി ടു ഗോഡ്. ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ക്ലാരിഫിക്കേഷന്റെയോ ഒരു കോൺവെർസേഷൻ നടക്കാത്തതിന്റെ റീസൺ കൊണ്ടല്ലേ, അല്ലെങ്കിൽ they're not getting a genuine answer or a sensible answer from somebody, or they don't have a platform, or they don't have a സെക്കൻഡ് place to പോയിന്റ് ആണ് കുറച്ചുകൂടെ ഉം സെക്കൻഡ് ഉം പോയിന്റ് ആണ് കുറച്ചുകൂടെ വാലിഡ് എന്ന് തോന്നുന്നു. അതായത് കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടില്ല. കാരണം ഉറപ്പായിട്ട് ഇത് അങ്ങനെ ഞാൻ പറയട്ടെ, നമ്മുടെ അറിവിൽ എത്ര നോക്കിയാലും, എത്ര എങ്ങനൊക്കെ ഹരിച്ചും ഗുണിച്ചും ഒക്കെ നമ്മൾ നോക്കിയാലും, ജീസസ് ക്രൈസ്റ്റും ഓൾഡ് ടെസ്റ്റ്മെന്റിലെ യഹോവയും എൻറ്റയർലി ടു പേഴ്സണാലിറ്റീസ് ഉള്ളവരാണെന്ന് മനസ്സിലാവും. അതെ അതെ, ദാറ്റ്സ് വൈ I repeat, when we analyze with our own experience, അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ജീസസ് ക്രൈസ്റ്റും പഴയ നിയമത്തിലെ യഹോവയും എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. രണ്ടുപേരും രണ്ട് രീതിയിലുള്ള അപ്രോച്ചാ, സംശയമില്ല. എന്നാൽ ഇത് നമ്മൾ ആദ്യം അംഗീകരിച്ച വിശ്വാസ സമൂഹം, നമ്മളെ കേൾക്കുന്ന വിശ്വാസികളായിക്കോട്ടെ, പാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഉറപ്പായിട്ടും ഇത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ ബുദ്ധിയിൽ നോക്കുമ്പോൾ യേശു ക്രിസ്തുവും യഹോവയും രണ്ട് രീതിയിൽ പെരുമാറുന്നവരാണ്, സംശയമില്ല. പ്രശ്നം ഒരു കാര്യം കൂടെ സവിൻ ചേട്ടാ, ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം പറയാം. ഇതിനകത്തൊരു പ്രശ്നം എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഗോഡിനെ മാറ്റി വെക്കാമായിരുന്നു. പക്ഷേ വിഷയം എന്താ, അവിടെയാ ഞാൻ പറഞ്ഞത്, ഈ വ്യക്തികൾ കോൺവെർസേഷനിലേക്ക് വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്, യേശുക്രിസ്തു പറയുക, നിങ്ങൾ എന്റെ പിതാവിനെ ദൈവം എന്ന് നിങ്ങൾ വിശ്വസിച്ചു പോരുന്നു എന്ന് യഹൂദന്മാരോടാണ് യേശു പറയുന്നത്. അതാണ് പ്രശ്നം. അതായത് യഹൂദന്മാര് യാഹ്വേ എന്ന് അഡോണായി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അതേ ദൈവം തന്നെയാണ് ഞാൻ പറയുന്ന എന്റെ പിതാവെന്ന് യേശു പറയുന്നിടത്താ ഈ പ്രശ്നം. സോ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡയറക്ട്ലി കണക്ടിങ് ഹിംസെൽഫ് വിത്ത് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഗോഡ്. ഇവിടെയാണ് പ്രോബ്ലം. ഇത് വന്ന് കൂട്ടിമുട്ടുമ്പോഴാണ് ഒരു തരത്തിലും ഇതിനകത്തുനിന്ന് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ഉറപ്പായിട്ടും അംഗീകരിച്ചാൽ പറ്റത്തുള്ളൂ, ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഗോഡ് വാസ് ഓർ ഈസ് ദ ഫാദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻസ് ആർ ദെയർ. ഇത് പ്രശ്നമാകും. ഈ കുരുക്കിലാണ് വിശ്വാസികൾ അല്ലെങ്കിൽ പൊതുവെ ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് പെട്ട് കിടക്കുന്നത്. അതിന്റെ പ്രശ്നം എന്താ, നമ്മൾ ബുദ്ധിയിൽ ഇതിനെ നമ്മുടെ പെർസ്പെക്റ്റീവിലൂടെ കാണുന്നതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് ഞാൻ പറഞ്ഞത്. സോ അതായത് നമ്മുടെ ലോജിക്ക് വെച്ച് ചിന്തിക്കണം. അത് സാധാരണ ഒരു നോർമൽ റെഗുലർ വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, സംബഡി ഹൂസ് നോട്ട് എ സ്കോളർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നോക്കുമ്പോഴും നമുക്ക് ക്ലിയർലി ഇത് കാണാം. ഈവൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ആസ് ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. സോ ദ പ്രീകൺസെപ്ഷൻ കംസ്, അതായത് നമ്മുടെ ആദ്യത്തെ ഉള്ള ഇത് തന്നെ ഓൾഡ് ആൻഡ് ന്യൂ. സോ സംതിങ് ഈസ് റീപ്ലേസിങ് സംതിങ് എൽസ് എന്നുള്ളതാ അല്ലേ? അങ്ങനെ ശരിക്കും അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പൊ പറഞ്ഞേ. ഇത് തന്നെ വലിയ പ്രശ്നമാണ്. ഇത് ആര് തിരിച്ചു? പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും ആരാ തിരിച്ച്? അവിടെ തന്നെ ഇതിനകത്ത് പ്രശ്നമാ. അതായത് അല്ലെങ്കിൽ ഇത് സഭകളിൽ പഠിപ്പിച്ചു കൊടുക്കണം, ദിസ് ഈസ് നോട്ട് സംതിങ് ഓൾഡ് ആൻഡ് ന്യൂ ലോസ്. ഇത് ലോ അല്ല ആക്ച്വലി. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മൾ ഇതിനെ കുറിച്ച് എല്ലാം വിശദമായിട്ട് പറയും. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാകണം, വരാൻ പോകുന്ന പോഡ്കാസ്റ്റുകളിൽ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് വെരി സീരിയസ് ടോപ്പിക്സ് ആണ്. വെരി സീരിയസ് ആൻഡ് ജെനുവൻലി കോൺട്രോവേഴ്സ്യൽ ടോപ്പിക്സ്. ജെനുവൻലി കോൺട്രോവേഴ്സ്യൽ. അപ്പൊ ആ ടേമാണ് ഞാൻ പറയുന്നത്. വളരെ സത്യസന്ധമായ വിവാദപരമായ ടോപ്പിക്കുകളെ നമ്മൾ എടുക്കുന്നു. എങ്ങനെയാണല്ലോ
എങ്ങനെയുള്ള അഡ്രസ് ചെയ്തോട്ടെ പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇതും കൂടെ ഒന്ന് പറയാം. ഞാൻ നമ്മുടെ ഫെയ്ത്തിനെ ഒന്ന് ഡിക്ലെയർ ചെയ്യുക. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന സത്യവേദ പുസ്തകം, റോമൻ കാത്തലിക്സ് ഒഴികെ ബാക്കി എല്ലാ ഡിനോമിനേഷനുകളും 66 പുസ്തകങ്ങൾ, സത്യവേദ പുസ്തകത്തിലെ ദൈവനിശ്വാസീയമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 66 പുസ്തകങ്ങളും സത്യമാണ്, ദൈവശ്വാസീയമാണ്, പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡ് ആയിട്ട് എഴുതപ്പെട്ടതാണ്. ഒരു വാക്കുപോലും അതിനകത്തുനിന്ന് മാറ്റാനില്ല നമുക്ക്. ഇതാണ് നമ്മുടെ ഫെയ്ത്തിന്റെ ഡിക്ലെയർ. ഇതിനകത്ത് ഒരു മാറ്റവും ഇല്ല. നമ്മൾ പറയുന്നത് പേഴ്സ്പെക്റ്റീവ് ആണ്. ഇത് കേൾക്കുന്നവര് ഒന്ന് ചീത്ത വിളിക്കുന്നതിന് മുമ്പേ പുതിയതല്ലേ കൊണ്ടുവരുന്നേ. അതാ ഞാൻ പറഞ്ഞ, എങ്ങനെ നമ്മൾ ഇതിനെ കാണുന്നു എന്നുള്ളതിനെയാണ് മാറ്റുന്നത്. നോട്ട് ദ ബൈബിൾ, നോട്ട് ദ സ്ക്രിപ്ചർ. ആസ് സ്ക്രിപ്ചർ ഇറ്റ്സെൽഫ് മെൻഷൻഡ്, ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഇതിൽ നിന്നും മാറ്റുവാൻ no one has authority. No one has authority to change the scripture. എങ്ങനെയൊക്കെ കളിച്ചാലും ഇത് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇതിനകത്തേക്ക് തന്നെ വരണം. അതുകൊണ്ട് സ്ക്രിപ്ചറിനെ മാറ്റാനോ ഇതിന്റെ ആവശ്യമില്ല. അതാണ് കാര്യം. ഇതിപ്പോ ഞാൻ പറയട്ടെ, കുറച്ച് ഡിനോമിനേഷൻസ് എന്ത് ചെയ്തു, നമുക്ക് മാർട്ടിൻ ലൂതറിനെ തൊട്ടിങ്ങോട്ട് എടുക്കാം. മാർട്ടിൻ ലൂതർ എന്താ ചെയ്തേ, ഞാൻ പറയാം സവിൻ ചേട്ടാ, ഇതിനകത്തൊരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറയാം. ഓരോ മനുഷ്യരും ബൈബിൾ എടുക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വാക്കുകൾ കിട്ടും. ഇപ്പൊ മദ്യപിക്കുന്ന ഒരാൾ ഈ ബൈബിൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള വചനമില്ലേ? If you want to drink, അതെ, ഒത്തിരി വചനങ്ങളുണ്ട്. നിനക്ക് വേണ്ടി നല്ല വൈൻ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വീഞ്ഞ് നിനക്ക് കുടിക്കാം. ഈ പുതിയ നിയമത്തിലാണ് യേശുക്രിസ്തു അത്ഭുതങ്ങൾ അടയാളങ്ങളായിട്ട് നല്ല വീഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. ഇനി അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോട് പറയുന്നത്, നിനക്ക് എന്തെങ്കിലും അജീർണത അല്ലെങ്കിൽ ഡൈജഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡ്രിങ്ക് സംതിങ്. അതാ പറഞ്ഞ, നമുക്ക് എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടെങ്കിൽ ആ അജണ്ടയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ബൈബിൾ വചനങ്ങൾ നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാർട്ടിൻ ലൂതറിന് എന്താ പറ്റിയെന്ന് അറിയാവോ? മാർട്ടിൻ ലൂതർ വാസ് എ റെവല്യൂഷണറി. എന്താ പറയാ, ശരിക്കും ഒരു വലിയ ചേഞ്ചിനെ കൊണ്ടുവന്ന മനുഷ്യനാണ്. നമുക്ക് അതിനകത്തൊന്നും ഒരു തരത്തിലുള്ള ഇതുമില്ല. ഹിസ്റ്ററി പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മാർട്ടിൻ ലൂതറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ്. പക്ഷെ പുള്ളിക്ക് എന്താ പറ്റിയ, റോമാലേഖനത്തിൽ ഒരു വചനമാണ് പുള്ളിയെ തെറ്റിച്ചത്. പുള്ളിയുടെ പെർസ്പെക്റ്റീവ് മാറിപ്പോയതാ. അതിനകത്ത് എന്താ പറയുന്നത്, പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ അത്രേ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, അപ്പൊ പ്രവൃത്തി വേണ്ട. ഓക്കെ, ഇതൊക്കെ വലിയ ടോപ്പിക്കുകളാണ്. ഇതൊക്കെ നമുക്ക് പിന്നീട് എന്താ ഈ പ്രവൃത്തി എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാം. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വന്നപ്പോ പുള്ളിക്ക് ഇത് തമ്മിൽ പോകുന്നില്ല. യാക്കോബ് പറയാ, അങ്ങനെ അബ്രഹാം വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും കൂടിയാ നീതീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ he thought that it was a contradiction. He thought, ആര് പറഞ്ഞു പുള്ളിയോട് കോൺട്രഡിക്ഷൻ അല്ല, ദിസ് കോൺട്രഡിക്ഷൻ അല്ല. പോൾ എന്ത് എഴുതി വെച്ചോ അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ് ആണ് യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലായില്ല, അവിടെ തെറ്റിപ്പോയി. ഇനി ഇതുപോലെ തന്നെ കാൽവിന്റെ പ്രശ്നം കേൾക്കണോ? കാൽവിനിസം, നമ്മള് ഇതിനെക്കുറിച്ച് സംസാരിക്കും. കാൽവിൻ എന്താ പറഞ്ഞേ? കാൽവിൻ പ്രീ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രീ ഡിസ്റ്റൈൻഡ് ആണ് വിശ്വാസികൾ. ദൈവം ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇതിനകത്തോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന്റെ ആവശ്യകത എന്താ? പിന്നെ ദൈവം ആഗ്രഹിക്കുന്നവർ മാത്രമേ വരുന്നുള്ളൂ. മാത്രം തെരഞ്ഞെടുത്ത് ക്രിസ്തുവിന്റെ ക്രോസിലെ ക്രൂസിഫിക്കേഷൻ ഇൻവാലിഡ് ആയി പോയില്ലേ? ഇൻവാലിഡ് ആണ്. ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ലെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഒരു വാക്കി കുടുങ്ങുന്നതാ. എഫേസ്യ ലേഖനം പുള്ളിയെ തെറ്റിച്ചേ. എഫേസ്യ ലേഖനത്തിലെ ഒരു വചനം തുടങ്ങുന്നത് അതിന്റെ ലോകസ്ഥാപനം മുതൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവും ദൈവവുമായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്റെ മുന്നറിവിനാൽ, അതാണ് പ്രശ്നം, ആ മുന്നറിവാണ് വിഷയം. ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട് കുറെ പേരെ, അവരെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അവരെ മാത്രം യേശുക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയിലൂടെ രക്ഷിച്ചുകൊണ്ട് പോയി. ഇത് പറഞ്ഞപ്പോ ചെയ്തു എന്നെ മനസ്സിൽ വന്നൊരു കാര്യം കൂടെ പറയും. ഇത് ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റിൽ ഹാപ്പനിങ്. ബിക്കോസ് പലരും ചെയ്തു ആദ്യം പറഞ്ഞു, ഈ ആൾക്കാർ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, 5% കാര്യം പറഞ്ഞു, ചിലർ വചനത്തിന്റെ ഇതിലാണ് പോകുന്നതെന്ന്. അപ്പൊ അവർ ഒരു വാക്യം എടുക്കും ആൻഡ് they declare it as, see why it is written, so this is invalid, the entire Bible is invalid, or the Christ itself is invalid. ഇത് ഇന്ന് സാറിന് ഇപ്പോൾ ഉള്ള
ഇതിന്ന് സ്ഥിരമായിട്ട് കാണാം. ഇങ്ങനെ തെറ്റിപ്പോകുന്നത്. അതായത് ഈവൻ സ്ട്രീറ്റ് പ്രീച്ചിങ്ങിൽ പോലും ആൾക്കാർ വന്നിട്ട് ഈ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരോട് പറയും, "ദേ ഇത് കണ്ടോ, ഇന്ന വാക്യമുണ്ട്, ഇത് നിങ്ങളുടെ ബൈബിളിലുള്ളതല്ലേ." ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ആം, ആ, ഗർഭിണികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന ദൈവം. മനസ്സിലായോ? ഉം. ഏറ്റവും കൂടുതൽ ഏറ്റവും അതെ, കൂടുതൽ അമേലേക്കരുടെ കാര്യം, അമേലേക്കരെ അമാലേക്കരുടെ കാര്യം. അമേലേക്കരെ കൊന്ന് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അയ്യോ, അത് അപ്പൊ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേറി വരാൻ വലിയ പാടാ. യെസ് 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 അതിന് നമ്മുടെ ലോജിക്കലി ഇപ്പൊ നമ്മളൊരു ഒരു നോർമൽ പേഴ്സണായി അല്ലെങ്കിൽ ഈവൻ തിയോളജിയൻസ് പോലും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. നോ നോ നോ, നെവർ നെവർ. ബിക്കോസ് അല്ല, ഇത് നമ്മൾ എന്ത് ഭയങ്കര പറയും? കോംപ്ലിക്കേറ്റഡാ സവിൻ ചേട്ടാ, അതെ, അത് എന്ത് ഭയങ്കര പറയും? കോംപ്ലിക്കേറ്റഡാ. ഈവൻ ഇഫ് യു ഗോ ടു അത് ദ സ്ക്രിപ്ചേഴ്സ്. കോംപ്ലിക്കേറ്റഡ് ആണ്. അതാ ഞാൻ പറഞ്ഞേ. നമ്മുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ദൈവമാ ചെയ്തത് തെറ്റ് തന്നെയാ. ദൈവമാ അത് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. So പക്ഷെ ഞാൻ ഒരു മിനിറ്റ്. പറയുന്നു, ഇത് So ഈ let me tell this to the audience. Okay, whoever is listening, hopefully some people are listening. So if you have this doubt, please stick on and തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. Because I'm totally sure you're going to clear these doubts and clear these confusions. ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇത് എന്താണ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അമാലക്കരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും എന്താണ് അതിന് പിന്നിലുണ്ടായ റീസൺസ് എന്നും വാലിഡ് ആയിട്ടുള്ള എന്താണ് ലോജിക്കൽ ആയിട്ടുള്ള റീസണിങ് അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ നമ്മൾ സേതു പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല എന്ന് തോന്നും. ബട്ട് there is. So Yes, sir. please stick on if you want to know more. I just want to state that there. അതാ എനിക്ക് പറയണമെന്ന് തോന്നി, അത് പറയാം. ഓക്കെ. അതെ, ഞാനതാ പറയാൻ വന്നേ. ഉറപ്പായിട്ടും ഇത് മുമ്പോട്ടുള്ള ഞാൻ പറയുന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തന്നെ നമ്മൾ എടുക്കും. കാരണം ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ സവൻ ചേട്ടാ. അതായത് ഇപ്പം ഇന്നലെ എനിക്കൊന്ന് പറഞ്ഞതുപോലെ AI കാലഘട്ടമായത്. പുതിയ തലമുറ വന്നു. ജെൻസി പിള്ളേരാണ്, ജെൻ ആൽഫ പിള്ളേരാണ്. ഇവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ലോകത്തെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന ഈ കുട്ടികൾക്ക് 2000 വർഷം മുമ്പ് എഴുതി വെച്ച ഒരു സ്ക്രിപ്ചറിലെ ഒരു വേർഡോ ഒരു സെന്റൻസോ അപ്ലൈ ചെയ്യപ്പെടണമെങ്കിൽ അവർ എന്തുമാത്രം അതിനകത്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുമെന്നുള്ളത്, ഞാൻ പറയുന്നത് പുതിയ തലമുറ എത്രത്തോളമാണ് ബൈബിളിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പാസ്റ്റേഴ്സും അതുപോലെ തന്നെ വിശ്വാസി സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയരുത്. ഞാൻ അതാ പറയാനുള്ളത്. ഒരു കാരണവശാലും പുതിയ കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്യരുത്, ഡിസ്കറേജ് ചെയ്യരുത്. അവരെ എൻകറേജ് അവർ ചോദ്യം ചോദിക്കട്ടെ. എയ്ത്തീസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു ബ്ലെയിമിങ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സമ്മതിക്കത്തില്ലെന്നാ. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിറ്റിയിൽ ചോദിച്ചിട്ടുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ലോകത്ത് എയ്ത്തീസ്റ്റുകളോട് പോലും ആരും ചോദിച്ചിട്ടില്ല. അതല്ല, പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കർത്താവ് തന്നെ പറഞ്ഞു, ഈ പറയുന്നത് ശരിയാണോ, നിങ്ങൾ തിരിച്ചുപോയി ബുക്കിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്ക്, വേറെ ലോകത്തൊരു റിലീജിയസ് ടെക്സ്റ്റും, ഞാൻ റിലീജിയസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. ബൈബിൾ ഈസ് നോട്ട് എ റിലീജിയസ് ടെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ റിലീജിയസ് പീപ്പിൾ. അത് ഞാൻ ഇപ്പോഴേ പറയാം. എങ്കിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഇതൊരു റിലീജിയൻ ആണ്. നിങ്ങൾ ലോകത്ത് ഏത് റിലീജിയസ് ടെക്സ്റ്റും എടുത്തു നോക്കിയോ, ഇതിനകത്ത് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പോയി നോക്കെന്ന് പറയുന്ന വേറൊരു ടെക്സ്റ്റും തൽക്കാലം ലോകത്തില്ല, കിട്ടത്തില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എയ്ത്തീസ്റ്റുകളുടെ ഒരു ബേർഡൻ ഒഴിയപ്പെട്ടവരാ എയ്ത്തീസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. ബേർഡൻ ഒഴിയപ്പെട്ടവര്, അതായത് അവർക്ക് യാതൊരു ബേർഡൻ ഓഫ് പ്രൂഫ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇത് തെളിയിക്കണം, അത് പറയണം, ഇത് സ്ഥാപിക്കണം എന്നൊരു പരിപാടിയില്ല. ബിക്കോസ് ദേ ആർ ആക്ച്വലി അവര് ചെയ്യുന്ന ഒരു പരിപാടി എന്നിട്ട് ബർഡൻ ഓഫ് പ്രൂഫ് നമ്മുടെ തലയിടും, ഇങ്ങോട്ടിടും, എന്നിട്ട് പറയും നമ്മുടെ തലയിലാണ്. സംശയമില്ല. വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി. അതിനകത്ത് നമ്മൾ ഒഴിയാനേ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അക്സെപ്റ്റ് ഇറ്റ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം നിഹിലിസ്റ്റുകൾ അല്ലെ നിഹിലിസ്റ്റ് വ്യൂവിൽ കൂടെ നോക്കുന്ന ഒരു എയ്ത്തീസ്റ്റിന് ഒരു ബേർഡനും ഇല്ല. ചോദ്യങ്ങൾ മുഴുവനും ക്രിസ്ത്യാനിക്കെതിരെയാണ്, അല്ലെ ക്രിസ്ത്യൻസിന് നേരെയാണ്, ബൈബിൾ കൈ കൊണ്ട് നടക്കുന്നവർക്ക് നേരെയാണ്. സോ വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ആൻസർ ദം. അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ.
നമ്മൾ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യതപ്പെട്ടത്. അവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ ജെൻസി പിള്ളേർ വന്ന് ചോദിക്കുമ്പോൾ അവരുടെ വോയിസിനെ നമ്മൾ അടിച്ചമർത്താതെ അവർ ചോദിക്കട്ടെ. ആ ചോദിക്കുന്ന ചോദ്യത്തിന് വിശ്വാസത്തിലുള്ള ലോജിക്കൽ ആൻസർ ബൈബിളിൽ നിന്ന് കിട്ടും. ഇത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നോട്ടെ, ബൈബിളിന് ആൻസർ ഉണ്ട്. പക്ഷെ അത് നോക്കേണ്ട രീതിയിൽ നോക്കണം. അതേ ഞാൻ പറയാം. ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. പക്ഷെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. വിശ്വാസികളാണ് ഏത്തിയസ്റ്റുകൾ എന്ന് ഞാൻ വേണേൽ പറയും. ബിക്കോസ് എന്താന്ന് വെച്ചാല് ദേ ബിലീവ് സംതിങ് കെയിം ഔട്ട് ഓഫ് നത്തിങ് ആൻഡ് എവറിത്തിങ് വിൽ ഗോ ബാക്ക് ടു നത്തിങ്.